പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ കൺഫേം ആയിരിക്കുന്നു. റോമൻ റെയിൻസിൻ്റെ റിട്ടേണിനോട് അനുബന്ധിച്ചുള്ള പോസിറ്റീവ് അപ്ഡേറ്റ്സ് ആണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ റോമൻ റെയിൻസ് ആരാധകരെ സംബന്ധിച്ച് സന്തോഷകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റും അതുപോലെ തന്നെ ദുഃഖകരമായിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം റോമൻ റെയിൻസിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് നോക്കാം. റസൽ വോട്ട്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ അവരുടെ പോഡ്കാസ്റ്റിൽ ലേറ്റസ്റ്റായി പങ്കുവെക്കുന്ന റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ ആ ഒരു റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റോമൻ റെയിൻസിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ക്രിയേറ്റീവ് അംഗങ്ങൾ നല്ല രീതിയിലുള്ള ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട് എന്നാണ് റസൽ വോട്ട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ തുടക്കത്തിലെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് റോമൻ റെയിൻസിനെ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലൂടെ തിരികെ കൊണ്ടുവന്ന്, അതായത് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഒരു മത്സരം കൊടുത്ത് കൊണ്ടുവന്ന് സമ്മർസ്ലാം വരെയുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ റോമൻ റെയിൻസിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആ പ്ലാൻ അവർ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ നടത്തിയത് സമ്മർസ്ലാം വരെയുള്ള റോമൻ റെയിൻസിൻ്റെ ആ ഒരു സ്റ്റോറി ചെയ്യാം എന്നുള്ളതാണ് നിലവിൽ ക്രിയേറ്റീവ് ടീം എടുത്തിട്ടുള്ള ഒരു പ്ലാൻ. കൂടാതെ റോമൻ റെയിൻസ് തിരികെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെതായി ഒരു പുതിയ നിക് നെയിം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് ട്രൈബൽ ചീഫ്, ഹെഡ് ഓഫ് ദ ടേബിൾ, നീഡിൽ മൂവർ, YTC, OTC അങ്ങനെയുള്ള ആ ഒരു നിക് നെയിമുകൾ പോലെ പുതിയൊരു നിക് നെയിം റോമൻ റെയിൻസിൻ്റെതായിട്ട് അവർ പുതുതായി പുറത്തേക്ക് വിടും. കൂടാതെ പുതിയ മെർച്ചൻഡൈസ് റോമൻ റെയിൻസിൻ്റെതായിട്ട് അവർ പുറത്തേക്ക് വിടും. പുതിയ ക്യാരക്ടറിനെ സംബന്ധിച്ചുള്ള യാതൊരുവിധ അപ്ഡേറ്റും അറിയാൻ സാധിച്ചിട്ടില്ല. റോമൻ റെയിൻസിന് എന്നിട്ട് സമ്മർസ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഒരു മത്സരം ഉണ്ടായിരിക്കും. അതുവരെയാണ് നിലവിൽ ക്രിയേറ്റീവ് ടീം അവരുടെ പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിന് ശേഷം ഏത് വീക്ക്ലി എപ്പിസോഡിൽ വേണമെങ്കിലും സമ്മർസ്ലാമിന് മുൻപ് റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ പ്രതീക്ഷിക്കാം. സമ്മർസ്ലാമിൽ റോമൻ റെയിൻസിന് മത്സരം ഉണ്ടായിരിക്കും എന്നുള്ളതും ഉറപ്പായിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമുക്ക് അറിയാൻ സാധിച്ച മറ്റൊരു പോസിറ്റീവ് അപ്ഡേറ്റ് ഹോളിവുഡ് ഒരു അപ്ഡേറ്റ് ആണ്. റോമൻ റെയിൻസിനെ ഒരു സ്ട്രീറ്റ് ഫൈറ്റർ എന്ന് പറയുന്ന ഒരു ഗംഭീര പടത്തിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. റോമൻ റെയിൻസിൻ്റെ ക്യാരക്ടറിനെ സംബന്ധിച്ച് ആദ്യം പുറത്തേക്ക് വന്നൊരു സൂചനകൾ അക്കുമ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും റോമൻ റെയിൻസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടുകളും നമുക്ക് ഹോളിവുഡ് സിനിമകളെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക വാർത്തകൾ പുറത്തേക്ക് വിടുന്ന വെബ്സൈറ്റിൽ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വലിയ ഒരു കാസ്റ്റാണ് ആ ഒരു സിനിമയ്ക്ക് വരുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്രൊഡക്ഷൻ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഷൂട്ടിംഗ് ഓസ്ട്രേലിയയിൽ വെച്ച് ഓഗസ്റ്റ് മാസത്തിൽ നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുകയാണെങ്കിൽ സമ്മർസ്ലാമിലെ റോമൻ റെയിൻസിൻ്റെ മത്സരത്തിന് ശേഷം റോമൻ റെയിൻസ് ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഈ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോകും. അപ്പോൾ വീണ്ടും റോമൻ റെയിൻസ് മാറി നിൽക്കാൻ പോകുന്നു എന്നുള്ള ദുഃഖകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റും കൂടിയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിന് ശേഷം നമ്മൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മാസങ്ങൾക്ക് ശേഷമുള്ള റോമൻ റെയിൻസിൻ്റെ റിട്ടേൺ നടക്കുമെന്നുള്ളത് തന്നെയാണ് വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്. ഓഗസ്റ്റിന് ശേഷം റോമൻ റെയിൻസ് പിന്നെയും മാറി നിൽക്കുന്നു എന്നുള്ളത് ചെറിയൊരു നെഗറ്റീവ് ആണെങ്കിൽ പോലും റോമൻ്റെ റിട്ടേൺ നടക്കട്ടെ, അദ്ദേഹത്തിൻ്റെ മത്സരങ്ങൾ നടക്കട്ടെ, ആ ഒരു സമയം നമുക്ക് ആഘോഷിക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.